Next, theorem 2. If V, that is a signed measure, nu is a signed measure on the measurable space, let E element S and signed measure of E greater than 0. Then there exists a positive set A such that A subset E and signed measure of A is greater than 0. Here to prove if A is a subset of E with the signed measure of E is greater than 0, then prove that to signed measure of A is greater than 0. ഇപ്പോൾ ക്വസ്റ്റ്യനിലുള്ളത് സൈൻഡ് മെഷർ ഓഫ് ഇ ഈസ് ഗ്രേറ്റർ ദാൻ 0 തന്നിട്ടുണ്ട്. ഈയുടെ ഒരു സബ്സെറ്റ് എ എടുക്കുന്നു. എ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെറ്റാണ്. എ എന്ന് പറയുന്നത് പോസിറ്റീവ് സെറ്റാണ്. എ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മീനിങ് അതിൻ്റെ സബ്സെറ്റിൻ്റെ സൈൻഡ് മെഷർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണ്. അങ്ങനെയെങ്കിൽ എയുടെ സൈൻഡ് മെഷർ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് തിയറം 2. ഇതൊരു ലെങ്തി തിയറമാണ്, നീളം കൂടിയ തിയറമാണ്. ഇതിൽ നമ്മൾ ആദ്യം ഇതിൽ കുറേ സെറ്റുകൾ, കുറേ കൺസ്ട്രക്ഷൻ ഉണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ്. നമ്മളെടുക്കുന്ന ഇ എന്ന് പറയുന്നത് ഇ ഈസ് എ പോസിറ്റീവ് സെറ്റ് ആൻഡ് എ സബ്സെറ്റ് ഇ, then clearly A equal to E, hence the result. നമ്മുടെ റിസൾട്ടായി കഴിഞ്ഞു. ഇ എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് സെറ്റാണെങ്കിൽ ഇയുടെ ഏത് സബ്സെറ്റിനും നമ്മുടെ സൈൻഡ് മെഷർ ഓഫ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഹെൻസ് ദി റിസൾട്ട്. ഓക്കെ. അതർവൈസ് ഇ കണ്ടെയ്ൻസ് എ സെറ്റ്സ് ഓഫ് നെഗറ്റീവ് മെഷർ. ഗ്രേറ്റർ ദാൻ 0 അല്ലാത്ത ലെസ് ദാൻ 0 ആകുന്ന സബ്സെറ്റുകൾ ഉണ്ടാകാം. ലെറ്റ് n1 ബി ദി സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് ഇ കണ്ടെയ്ൻ എ മെഷറബിൾ സെറ്റ് E1 contained in E with signed measure of E1 is less than -1/n1. ഈ വരുന്ന രീതിയിൽ, ഇങ്ങനെ ആകുന്ന രീതിയിൽ നമുക്ക് E1-ൻ്റെ സൈൻഡ് മെഷർ ലെസ് ദാൻ -n1 എന്ന് അസ്യൂം ചെയ്യുന്നു. വേർ n1 ഈസ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ. ഓക്കെ. ഇഫ് E minus E1 is not a positive set, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ സൈൻഡ് മെഷർ ഓഫ് E1 ഈസ് ലെസ് ദാൻ നെഗറ്റീവ്, മൈനസ് ഈ നമ്പറിനേക്കാൾ താഴെയാണെന്നാണ് പറഞ്ഞത്. ദിസ് വാല്യൂ ഈസ് നെഗറ്റീവ്. ആ എലമെൻ്റ്, ആ E1 നമ്മൾ ഇയിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇയിൽ നിന്ന് E1-നെ റിമൂവ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള E മൈനസ് E1 എന്ന് പറയുന്ന പോസിറ്റീവ് സെറ്റാണെങ്കിൽ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടിങ് സെൻറ്റൻസ് വെച്ചത് പ്രശ്നം ഒഴിവായി. അതല്ല, E minus E1 is not a positive set, let to n2 be the smallest positive integer such that E minus E1 contains, നേരത്തെ പറഞ്ഞ അതേ സെൻറ്റൻസ് വേണ്ടി E minus E1 contains a measurable set E2 with signed measure of E2 is less than -1/n2. നമ്മൾ വീണ്ടും ഈ പ്രൊസീജിയർ ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മളവിടെ ഈ മൈനസ് E1-ഉം E2-ഉം നെഗറ്റീവ് സെറ്റ് രണ്ടും റിമൂവ് ചെയ്തു. അപ്പോഴും ലഭിക്കുന്ന ഈ ഡിലറ്റഡ് സെറ്റ് ഈസ് നോട്ട് എ പോസിറ്റീവ് സെറ്റ്, ലെറ്റ് ടു n3 ബി ദി സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ്
E minus E1 union E2 contains a measurable set E3 with signed measure of E3 is less than minus 1 by nk. Repeating these arguments, we obtain a sequence Ek of disjoint subsets of E in S such that signed measure of Ek, we nu of Ek is less than minus 1 by nk. ഇവിടെ 3 ആണ്, ഇവിടെ nk ആണ്. അപ്പോൾ നമ്മൾ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുന്നു. എങ്ങനെ? E1 അടുത്ത് E2 E3 അങ്ങനെ Ek, അങ്ങനെ നമ്മളൊരു സെറ്റ് എടുക്കുകയാണ്. Ek എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് E മൈനസ് യൂണിയൻ ഓഫ് EI വേർ I ഈക്വൽ ടു 1 to K-1. K-1 വരെയുള്ള E1 E2 എക്സെട്ര അതിൻ്റെ യൂണിയനിൽ നിന്ന് ഈ ഡിലറ്റ് ചെയ്യും, ഇയിൽ നിന്ന് ഡിലറ്റ് ചെയ്ത് കിട്ടുന്ന സെറ്റിൻ്റെ സബ്സെറ്റാണ് Ek. നേരത്തെ നമ്മൾ പറഞ്ഞു E മൈനസ് E1 ദെൻ E മൈനസ് E1 യൂണിയൻ E2. ആ പ്രൊസീജിയർ ഇങ്ങനെ ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് N1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു N2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു N3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അസ്യൂം ചെയ്തു. നമ്മൾ അസ്യൂം ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് K ഈക്വൽ ടു M ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുമെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ C എന്ന് പറയുന്നൊരു സെറ്റാണ്. ഈ സെറ്റ് E മൈനസ് യൂണിയൻ ഓഫ് EI വേർ I ഈക്വൽ ടു 1 to M. I ഈക്വൽ ടു 1 to M യൂണിയൻ EI, ഇയിൽ നിന്ന് മൈനസ് ചെയ്യുന്ന സെറ്റ് C എന്ന് പറയുന്നത് പോസിറ്റീവ് സെറ്റാണ്. E മൈനസ് യൂണിയൻ, നമ്മൾ അതിൽ നിന്നുള്ള നെഗറ്റീവ് സെറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് മാറ്റി E മൈനസ് യൂണിയൻ EI എന്ന് പറയുന്നത് ആ പ്രോസസ്സ് എമ്മിൽ സ്റ്റോപ്പ് ചെയ്യുന്ന അസ്യൂം ചെയ്തു. K ഈക്വൽ ടു എമ്മിൽ. ദെൻ C ഈക്വൽ ടു E മൈനസ് യൂണിയൻ ഓഫ് EI ഈക്വൽ 1 to M എന്ന C എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവാണ്. പോസിറ്റീവ് സെറ്റ് എന്ന് എടുത്തു. നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് സൈൻഡ് മെഷർ ഓഫ് C ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ അസ്യൂം ചെയ്തു അതിൻ്റെ വാല്യൂ 0 ആണെന്ന് അസ്യൂം ചെയ്തു. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നാണ്. നമ്മളത് 0 ആണെന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, ദെൻ വാട്ട് ഈസ് C? C ഈക്വൽ ടു E മൈനസ് യൂണിയൻ ഓഫ് EI വേർ I ഈക്വൽ ടു 1 to M. C equal E minus union of that. From that we find E. Then what is E? Then E can be written as from that E equal to C union union of EI where I equal to 1 to M. Now we find the signed measure of E. Signed measure of E equal to signed measure of C plus signed measure of union of EI. Then signed measure of union of EI means summation signed measure of EI, and we assume signed measure of C equal to 0. Therefore psi of nu of psi അല്ല nu of E, signed measure of E is equal to summation signed measure of EI, and each EI are negative set where I equal to 1 to M. Each are negative. Therefore the sum value is less than 0, which is a contradiction given that or theorems given nu of E is greater than 0, though which is a contradiction
therefore signed measure of C is greater than 0. Okay. സൈൻഡ് മെഷർ ഓഫ് സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് ജസ്റ്റ് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. അപ്പോൾ അതിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് സൈൻഡ് മെഷർ ഓഫ് സി പോസിറ്റീവ് ആണെന്ന് പറയും, ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയണം, ഈക്വൽ ടു വേണ്ട. അപ്പോൾ നമ്മൾ ഈക്വൽ ടു ആണെന്ന് അസ്യൂം ചെയ്തിട്ട് കോൺട്രഡിക്ഷൻ കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന ആ റിസൾട്ട് കിട്ടി. ഓക്കെ. അപ്പോൾ ഇവിടെ എ ഈക്വൽ ടു സി ആണെങ്കിൽ നമ്മുടെ ആൻസർ കഴിഞ്ഞു. കാരണം എന്തുവരും സൈൻഡ് മെഷർ ഓഫ് എ എന്തായിട്ട് മാറി, പോസിറ്റീവായിട്ട് മാറി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട, അത് കിട്ടിക്കഴിഞ്ഞു. അതർവൈസ് അങ്ങനെ അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് സ്റ്റോപ്പ്. അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എടുത്തു, ഇ മൈനസ് യൂണിയൻ ഓഫ് ഇ കെ ദെൻ കെ ഈക്വൾ ടു, ഈ എമ്മിൽ അത് സ്റ്റോപ്പ് ചെയ്തില്ല, അനന്തമായി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ കെ ഈക്വൾ 1 to ഇൻഫിനിറ്റിയിലാണ് അത് സ്റ്റോപ്പ് ചെയ്തെന്നുള്ള തീം ചെയ്യുന്നു. അങ്ങനെ പോസിബിലിറ്റി പിന്നെ ഉള്ളൂ. ഫൈനൈറ്റ് കേസിൽ അത് എം വെച്ച ഫൈനൈറ്റ് നമ്പർ അവിടെ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് അനന്തമായിട്ട് നീളും. ആ ഇയിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാനുള്ള എ എന്ന് പേര് കൊടുത്തു. നമുക്കിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് എ ഈസ് എ പോസിറ്റീവ് സെറ്റ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇ മൈനസ് യൂണിയനും ഫി കെ എന്ന് എഴുതാം. ഫ്രം ദാറ്റ് ഇ ഈക്വൾ ടു എ യൂണിയൻ ഓഫ് ഇ കെ വേർ കെ ഈക്വൾ ടു 1 into ഇൻഫിനിറ്റി എഴുതി. ദെൻ സൈൻഡ് മെഷർ ഓഫ് ഇ ഈക്വൾ ടു സൈൻഡ് മെഷർ ഓഫ് എ പ്ലസ് സൈൻഡ് മെഷർ ഓഫ് യൂണിയൻ. ദെൻ സൈൻഡ് മെഷർ ഓഫ് യൂണിയൻ മീൻസ് summation k equal to 1 to infinity signed measure of ek. Okay, that is v of e equal to, ഞാൻ ന്യൂന് പകരം v എന്ന് ഉപയോഗിക്കുന്നു, v of e equal to v of a plus summation v of ek. നമുക്കറിയുന്ന കാര്യം ഈ v അല്ലെങ്കിൽ ന്യൂ എന്ന് പറയുന്നത് കനോട്ട് ടേക്ക് ബോത്ത് പ്ലസ് ഇൻഫിനിറ്റി ഓർ മൈനസ്, ഒരുമിച്ച് രണ്ട് വാല്യൂ മൈനസ് പ്ലസ് ഇൻഫിനിറ്റിയും മൈനസ് ഇൻഫിനിറ്റിയും സ്വീകരിക്കില്ല. ക്വസ്റ്റ്യനിൽ തിയറത്തിൽ ന്യൂ ഓഫ് ഇ ഈസ് ഗ്രേറ്റർ ദാൻ 0 ഈസ് ഗിവൺ ആൻഡ് സിഗ്മ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ന്യൂ ഓഫ് വി കെ ഈസ് ലെസ് ദാൻ 0. നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഓരോ ഈ ഐയും വി കെയും നെഗറ്റീവാണ്, സമ്മേഷനും ലെസ് ദാൻ 0 ആണെന്ന് അറിയാം. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സിഗ്മ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി വി ഓഫ് ഇ കെ എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് ഇൻഫിനിറ്റി. ഇതിലൂടെ കണക്ട് ചെയ്യുമ്പോൾ അത് കിട്ടും. ഇതിനൊന്ന് റീറൈറ്റ് ചെയ്യാൻ നിന്നാൽ മൈനസ് ഇൻഫിനിറ്റി വി ഓഫ് ഇ കെ മോർ ദാൻ മൈനസ് ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ സമ്മേഷൻ ഓഫ് വി ഓഫ് ഇ കെ വേർ കെ ഈക്വൾ ടു 1 to ഇൻഫിനിറ്റി. ഓക്കെ. ദെൻ വാട്ട് ഈസ് വി ഓഫ് ഇ കെ? വി ഓഫ് ഇ കെ therefore this is less than summation minus 1 by nk. v of ek means less than 1 minus 1 by nk. That is minus infinity less than minus sigma 1 by nk multiplied throughout by negative, then infinity greater than sigma 1 by nk. That is sigma 1 by nk is less than infinity. Sigma 1 by nk is less than infinity. Therefore sigma nk ഈ സമ്മേഷൻ ഫൈനൈറ്റ് ആയതുകൊണ്ട് ഈ സീരീസ് നമ്മൾ കൺവെർജൻ്റ് ആണെന്ന് പറയും. അങ്ങനൊരു തിയറിയുണ്ട്. സീരീസ് ആ സം വാല്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ ആ സീരീസ്
കൺവെർജൻ്റ് ആണെന്ന് പറയും. കൺവെർജൻ്റ് ആണ് എന്താ പ്രത്യേകത? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1/nk എന്താകും? 0 ആകും. കൺവെർജൻ്റ് ആണ്, ഈ വാല്യൂ ഓക്കെ ആവും. അപ്പോൾ ലിമിറ്റ് k tends to infinity nk, that implies this value equal to plus infinity. കൺവെർജൻ്റ് ആണ്, ഈ വാല്യൂ 0 ആകും. ഈ വാല്യൂ 0 ആണെങ്കിൽ എൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആകും. ആൻഡ് സോ nk ഈസ് മോർ ദാൻ 1. ഫോർ k ഗ്രേറ്റർ ദാൻ ഒരു ടാർഗറ്റ് വയ്ക്കുകയാണ്. k നോട്ടിന് വലുതാകുന്ന kക്ക് nk എന്ന് പറയുന്ന ഈ സഫിക്സ് k സഫിക്സായി വരുന്ന ഈ nk മോർ ദാൻ 1 ആണ് നമ്മളതിനെ സപ്പോസ് ചെയ്യുകയാണ്. നമുക്ക് വേണ്ടുന്ന റിസൾട്ടിലേക്ക് എത്തിയില്ല. ആദ്യം നമ്മൾ തെളിയിക്കേണ്ട A ഈസ് പോസിറ്റീവ് സെറ്റ് എന്ന് തെളിയിക്കാൻ പോവുകയാണ്. A ഈസ് പോസിറ്റീവ് സെറ്റ് എന്ന് തെളിയിക്കുന്നതിന് എയുടെ ഒരു സബ്സെറ്റ് ബി അസ്യൂം ചെയ്തിട്ട്, ബി എന്ന് പറഞ്ഞാൽ എസ്സിലെ എലമെൻ്റാണ്, ബി ഈസ് സബ്സെറ്റ് എ എന്ന് എടുത്തിട്ട് നമ്മൾ ഈ കണ്ടീഷൻ k ഗ്രേറ്റർ ദാൻ k നോട്ട് എന്ന് ആ ഏരിയയിൽ തെളിയിക്കാൻ പോകുന്നത് സൈൻഡ് മെഷർ ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ബി എന്ന് പറഞ്ഞ എയുടെ സബ്സെറ്റാണ്. അതിൻ്റെ ഈ ബിയുടെ സൈൻഡ് മെഷർ പോസിറ്റീവ് ആണെങ്കിൽ എ ഈസ് എ പോസിറ്റീവ് സെറ്റ് എന്ന് പറയും. അതിനെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പറയുന്ന രീതി ബി സബ്സെറ്റ് ഓഫ് എ എന്നുണ്ട്. ദെൻ വാട്ട് ഈസ് എ ഈക്വൽ ടു ഇ മൈനസ് യൂണിയൻ ഇ കെ, വേർ k ഈക്വൽ ടു 1 to infinity. ഇയിൽ നിന്നും യൂണിയൻ ഫ്രം k ഈക്വൽ ടു 1 ഇൻഫിനിറ്റി ഡിലീറ്റ് ചെയ്യുന്നു. ഈ സെറ്റ് തീർച്ചയായിട്ടും ഇസ് എ സബ്സെറ്റ് ഓഫ് ഇ മൈനസ് യൂണിയൻ ഓഫ് k i ഈക്വൽ ടു 1 to k ഇ ഐ എന്ന് എഴുതാം. ഇവിടെയും വേണേൽ ഐ എഴുതാം, പ്രശ്നമൊന്നുമില്ല. i ഈക്വൽ ടു 1 to infinity ഐ എഴുതാം, ആ സഫിക്സിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇ മൈനസ് യൂണിയൻ ഇ കെ വേർ k ഈക്വൽ ടു 1 to infinity എന്ന് പറയുന്നത് ഇതിന് സബ്സെറ്റാണ്. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന സെറ്റുകളുടെ എണ്ണം കുറയുമ്പോൾ ഈ എണ്ണം കുറയുന്ന ആൾ സൂപ്പർ സെറ്റായിട്ട് മാറും. ഇതിൻ്റെ സബ്സെറ്റാണ് ഇത്. ഓക്കെ, ഇയിൽ നിന്ന് ഈ യൂണിയൻ ഡിലീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്കിവിടെ ഒരു ഇനീക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാം. സൈൻഡ് മെഷർ ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1/nk -1 ഫോർ എവരി k ഗ്രേറ്റർ ദാൻ k നോട്ട്. ഇങ്ങനെ ഒരു ഇനീക്വാളിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ഇനീക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഓരോ ഇ കെ എന്ന് പറയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ ഇ കെയും നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്? ഓരോ ഇ കെയുടെയും സൈൻഡ് മെഷർ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ -1/nk ആണ്. അപ്പം അങ്ങനെയുള്ള എലമെൻറ്റ്സ് എല്ലാം ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ളതാണ് ഈ ബി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ സൈൻഡ് മെഷർ ഓഫ് ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1/nk -1 എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഇംപ്ലൈസ് സൈൻഡ് മെഷർ ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി -1/nk -1. As n tends to infinity, this value is 0. Therefore, this is greater than or equal to 0. Therefore, A is a positive set. നമ്മൾ പറഞ്ഞു എ പോസിറ്റീവ് എന്ന് പറയുന്നതിന് ബി എന്ന് പറയുന്ന എയുടെ സബ്സെറ്റായി എടുത്തിട്ട് അതിൻ്റെ സൈൻഡ് മെഷർ
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. Therefore A is a positive set. ഓക്കെ, നമുക്ക് വേണ്ടുന്നത് സൈൻ മെഷർ ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. എ ഈസ് എ പോസിറ്റീവ് സെറ്റ് ആയതുകൊണ്ട് ഇവിടെ രണ്ട് കേസുണ്ട്. ഈക്വൽ ടു 0 ആകാം, മോർ ദാൻ 0 ആകാം. നമ്മൾ എ ഈക്വൽ ടു 0 ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ നേരത്തെ എഴുതിയ ആ ഡിലറ്റഡ് സെറ്റിൽ നിന്ന് വി ഓഫ് ഇ എന്ന് പറയുന്നത് വി ഓഫ് എ പ്ലസ് സമ്മേഷൻ ന്യൂ ആണ്. ന്യൂ ഞാൻ വി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ന്യൂ ഓഫ് ഇ കെ സൈൻ മെഷറിൻ്റെ സിമ്പിൾ ഫങ്ഷൻ എഫ് നമ്മൾ ഫംഗ്ഷനെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന പോലെ ഒരു സിമ്പിളാണ് ഈ ന്യൂ, ഗ്രീക്ക് ലെറ്ററാണ്. ഓക്കെ, വി ഓഫ് എ നമ്മൾ 0 ആണ് അസ്യൂം ചെയ്തു. Therefore വി ഓഫ് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to infinity വി ഓഫ് ഇ കെ. ഈച്ച് വി ഓഫ് ഇ കെ ഈസ് നെഗറ്റീവ്. Therefore sum is negative, which is clearly less than 0, a contradiction. Given that our theorem given signed measure of E is greater than 0, here we get a signed measure of E is less than 0, a contradiction. Therefore signed measure of A equal to 0 is a contradiction, impossible. Therefore psi of A greater than 0. Hence the result.